ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 റിഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ എക്സാമിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ വി ക്യാൻ മൂവ് ടു അവർ ചാപ്റ്റർ. ഓക്കെ, സോ അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ടോർച്ച് അടിക്കുന്ന സമയത്ത് ദിസ് ടോർച്ച് ലൈറ്റ് ആൾവേസ് ട്രാവൽ ത്രൂ എ സിംഗിൾ മീഡിയം. ഓക്കെ, ഒരു മാധ്യമത്തിലൂടെയാണ് നമ്മൾ ലൈറ്റിനെ കടത്തി വിടുന്നതെങ്കിൽ ഇറ്റ് ആൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അതായത് ഒരു നേർരേഖയിലായിരിക്കും നമ്മുടെ പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്രാക്ഷൻ? അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് റിഫ്രാക്ഷനുള്ള 2 എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതെന്താണ്? ഓക്കെ, ഇതൊരു പോണ്ട് ആണ് അല്ലെ. ഈ പോണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡെപ്ത് കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഇതിന്റെ ആഴം കുറഞ്ഞത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മളൊരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പൂണ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്പൂണിൽ ഈ സർഫസിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പോണ്ടിന്റെ ഡെപ്ത് കുറഞ്ഞതുപോലെ തോന്നുന്നത്? ഓക്കെ, അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് when a ray of light enters obliquely of different optical densities, it undergoes a deviation at the surface of separation of the medium. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണടാ? 2 മീഡിയം ആവശ്യമാണ്. ഓക്കെ, ഒരു സിംഗിൾ മീഡിയം ആണെങ്കിൽ അവിടെ ലൈറ്റ് നേർരേഖയിലായിരിക്കും സഞ്ചരിക്കുക. എന്നാൽ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം മക്കളെ? 2 മീഡിയം അല്ലെങ്കിൽ 2 മാധ്യമം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം ഈ മാധ്യമം എന്ന് പറയുന്നത്? നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ എയർ, ഗ്ലാസ്, ഡയമണ്ട്, വാട്ടർ. ഈ 4 മീഡിയംസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ദ വേർഡ് ഒബ്ലീക്വലി. ഓക്കെ, സോ വാട്ട് ഈസ് ഒബ്ലീക്വലി? ദിസ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ പ്രകാശം ചെരിഞ്ഞ് വേണം മക്കളെ പ്രവേശിക്കാൻ. ഓക്കെ, പ്രകാശം ചെരിഞ്ഞ് വേണം മക്കളെ പ്രവേശിക്കാൻ. ഓക്കെ ആണല്ലോ. ഇനി അത് മാത്രമല്ല, 2 മാധ്യമങ്ങൾക്കും ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വേണം. ഓക്കെ, 2 മാധ്യമങ്ങളുടെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആകണം. അതുപോലെ 2 മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ മക്കളെ? റിഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ വേർഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ ഇനി ഫെമിലിയർ ആവാനുണ്ട്. വരും ടോപ്പിക്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ അത് സ്ട്രൈറ്റ് ലൈനായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ഓക്കെ, ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? കുറച്ച് ടേംസ് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, ദിസ് ഈസ് റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ ഒരു റേ ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സോ എന്താ മക്കളെ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി? ഓക്കെ, എന്താണ് പതനരശ്മി? ഓക്കെ, എന്താ മക്കളെ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാല്? വന്ന് പതിക്കുന്ന, ഓക്കെ, മാധ്യമത്തിൽ വന്ന് പതിക്കുന്ന റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് പതിക്കുന്ന റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി ഈ ഒരു ബൗണ്ടറി കണ്ടല്ലോ മക്കളെ, എയറും ഗ്ലാസും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ബൗണ്ടറിയെ നമ്മൾ പറയുന്ന പേരാണ് വിഭജനതലം. എന്താണ്? വിഭജനതലം അല്ലെങ്കിൽ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഓക്കെ, സർഫസ് ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ വിഭജനതലം. ഓക്കെ, ആക്ച്വലി ഈ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് മക്കളെ പോവേണ്ടത്? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരുന്നു പോകേണ്ടത്. പക്ഷെ എന്ത് ചെയ്തു? ഈ സർഫസിൽ വെച്ചപ്പോൾ എന്ത് ചെയ്തു മക്കളെ? അതിന് ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിച്ചു. ഓക്കെ ആണല്ലോ, ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചു. ഓക്കെ, ഇനി then
നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്, ആക്ച്വലി സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോവേണ്ട ആള് സെക്കൻഡ് മീഡിയത്തിലോട്ട് എത്തിയ സമയത്ത് അത് എന്ത് ചെയ്തു മക്കളെ, അത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തു. ആ ബെൻഡിങ് ഓഫ് ലൈറ്റ് നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത്, ആ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ സംഭവിച്ചത്? അവിടെ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് മാധ്യമങ്ങളിലൂടെയും ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് ഡിഫറൻ്റ് ആണ്. രണ്ട് മാധ്യമങ്ങളിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഡിഫറൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി when it passes from one medium to another. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശം മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിനെന്ത് പറ്റുന്നുണ്ട് മക്കളെ, അതിന്റെ സ്പീഡിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡയറക്ഷൻ മാറുന്നത്. ഓക്കെ ആണല്ലോ? ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് കോസസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ്. അല്ലെ, ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് പതിക്കുന്നു. ആ പതിക്കുന്ന റേക്ക് രണ്ട് മാധ്യമങ്ങളിലും അതിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. സോ സ്പീഡ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് എന്ത് മക്കളെ, ആ ഒരു എന്ത് പറ്റിയത്, ഒരു ബെൻഡിങ് സംഭവിച്ചത്. ഓക്കെ, വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. ഓരോ മാധ്യമങ്ങളിലൂടെയും പ്രകാശം സഞ്ചരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അല്ലെ, അത് സ്പീഡ് വ്യത്യാസമുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. അല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദിശാവ്യതിയാനം അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ ഒക്കെ മാറുന്നത്? എന്തുകൊണ്ടാ മക്കളെ, എന്തുകൊണ്ടാണ്? ഓരോ മാധ്യമത്തിലും നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. അങ്ങനെ ചേഞ്ച് ഇൻ സ്പീഡ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അപ്പൊ മാം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത് നമ്മുടെ ബുക്കിലുള്ള സെയിം പിക്ചർ ആണ്. ഇതെന്താ നമ്മൾ പറയുന്നത്, ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്, നമ്മൾ അതിൽ സ്ട്രോ ഡിപ്പ് ചെയ്തു. സ്ട്രോ ഡിപ്പ് ചെയ്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇല്ല, ഈ ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ നമുക്ക് ഇതൊരു ബെൻഡ് ചെയ്ത പോലെ അല്ലെ, ഒടിഞ്ഞ പോലെ തോന്നുന്നു, രണ്ട് പീസായി നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ലൈറ്റ് ആദ്യം എയറിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ എയറിലൂടെ ട്രാവൽ ചെയ്ത് അടുത്തത് നമ്മുടെ ഈ ഒരു ലൈറ്റ് എങ്ങോട്ടാണ് എത്തുന്നത്, വാട്ടറിലോട്ടാണ്. അപ്പൊ ഓരോ മീഡിയത്തിലും നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ എയറിലൊരു സ്പീഡാണ്, വാട്ടറിലൊരു സ്പീഡാണ്. ഈ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ, ഈ ഒരു ബെൻഡിങ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ചെരിഞ്ഞു നോക്കണേ, ഒബ്ലിക്വലി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുള്ളൂ, ഈ ഒരു ബെൻഡിങ് അല്ലെങ്കിൽ ഒടിവ് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്, ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം മൂലമാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, then we are moving to next topic. സോ വാട്ട് വിൽ ഹാപ്പൻ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ്, ഒബ്ലിക്വലി അല്ലെങ്കിൽ ചെരിഞ്ഞ് പ്രവേശിക്കുകയാണെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടോർച്ച് അടിച്ച് അതിനെ കുത്തനെ അല്ലെ, ലൈറ്റ് നമ്മൾ കുത്തനെ അടിച്ചു കൊടുക്കുകയാണ്. സോ ആ സമയത്ത് റിഫ്രാക്ഷൻ ഉണ്ടാകുമോ? ഫോർ എക്സാമ്പിൾ ഞാനൊരു ടോർച്ച് എടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വാട്ടറിലോട്ട് അല്ലെ, ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലോട്ട് ഞാൻ ഇങ്ങനെ കുത്തനെ അടിച്ചു കൊടുക്കുക. അതായത് നോർമലി ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് എങ്കിൽ അവിടെ റിഫ്രാക്ഷൻ നമുക്ക് കാണാൻ കഴിയുമോ? പറ്റുമോ? ഇല്ല. there will be no deviation in the path of ray when it incident normally. normally എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർഫസ് ഓഫ് സെപ്പറേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സോ പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേ വന്ന് പതിക്കുന്നത് എങ്കിൽ there will be no deviation. ലംബമായിട്ടാണ് പ്രകാശം പതിക്കുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാകൂല, റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം ഉണ്ടാകൂല. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അപവർത്തനം അല്ലെ, അപവർത്തനം നടക്കണമെങ്കിൽ എന്തു വേണം, പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കണം. മാത്രമല്ല എന്തും കൂടെ വേണം മക്കളെ, ഈ രണ്ട് മീഡിയംസ് അല്ലെ, ഒരു മാധ്യമം രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആകണം. അതുപോലെ എന്ത് വേണം, റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി അല്ലെങ്കിൽ ചെരിഞ്ഞ് പ്രവേശിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോർമലി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് റേ ഓഫ് ലൈറ്റ് വന്നാൽ അവിടെ
റിഫ്രാക്ഷൻ ഉണ്ടാവോ? ദർ വിൽ ബി നോ റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ അപവർത്തനം സംഭവിക്കൂല. ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റേ ഓഫ് ലൈറ്റ് വരുന്നത് എങ്കിൽ അവിടെ എന്ത് ഉണ്ടാവില്ല മക്കളെ? അവിടെ റിഫ്രാക്ഷൻ ഒന്നും ഇല്ലാതെ അതെന്ത് ചെയ്യും? നേരെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യാ? ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ഓരോ മാധ്യമങ്ങൾക്കും ഡിഫറൻറ്റ് സ്പീഡാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 മാധ്യമങ്ങൾ അല്ലെങ്കിൽ 4 മീഡിയംസിന്റെ സ്പീഡ് നമുക്ക് അറിയണം. ഓക്കെ, അറിയണം പോരാ, നമ്മൾ എന്ത് ചെയ്യണടാ? അത് കാണാതെ പഠിക്കുകയും വേണം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് എയർ അല്ലെങ്കിൽ വായു. എയർ. ഓക്കെ, എയറിലൂടെയുള്ള പ്രകാശത്തിന്റെ സ്പീഡ് എത്രയാടാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വായുവിലൂടെയുള്ള പ്രകാശ വേഗത എത്രയാടാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് വാട്ടർ. ഓക്കെ, ജലം. വാട്ടറിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാടാ? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അഗെയിൻ ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് എത്രയാടാ? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണോ? അഗെയിൻ ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. ഓക്കെ, ഡയമണ്ടിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാടാ? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 4 മാധ്യമങ്ങൾ നമ്മൾ നോക്കി. 4 മാധ്യമങ്ങളിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എയർ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. Again water 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. Then glass എത്രയാടാ? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. Then diamond 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാല് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ഏതാ മക്കളെ? ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ഏതിലാടാ? നമ്മുടെ എയർ അല്ലെങ്കിൽ വായു. ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ഏതിലാണ്? വായു അല്ലെങ്കിൽ എയർ. ഇനി ഏറ്റവും കുറവ് വേഗത എവിടെയാ? നമ്മുടെ ലൈറ്റിന് അല്ലെങ്കിൽ പ്രകാശത്തിന് ഏറ്റവും കുറവ് സ്പീഡ് എവിടെയാ മക്കളെ? ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം. എത്രയുള്ളൂ? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത വായുവിലാണ്, ഏറ്റവും കുറവ് വേഗത എവിടെയാടാ? ഡയമണ്ടിലാണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാനുള്ള സാധ്യത എന്താ മക്കളെ? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഈ 4 മീഡിയംസും തരും. എന്നിട്ട് ഇതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറയും. ഓക്കെ, എങ്ങനെയാണ്? 4 മീഡിയംസ് തരും, എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ സ്പീഡ് കൂടുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം ആര് എഴുതണ്ട? ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആൾ എഴുതണം. ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആൾ ആരാണ്? ഡയമണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഗ്ലാസ്. ഓക്കെ, എഗെയിൻ വാട്ടർ. ഓക്കെ, അഗെയിൻ എയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സിമ്പിൾ കൊടുക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതായത് ഏറ്റവും ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും സ്പീഡ് കുറവുള്ള മീഡിയം ആണ് എഴുതി കൊടുക്കാൻ. സോ ഡയമണ്ട്. ഓക്കെ, അതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് എവിടെ? ഗ്ലാസ്. ഓക്കെ, അതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് വാട്ടർ. അതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് എവിടെ മക്കളെ? എയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മളോട് എഴുതാൻ പറയാറുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? സോ നേരെ പോകുന്നു നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അപ്പൊ എന്താ മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഒരു ഹൈവേ റോഡ് ഉണ്ട്. ഓക്കെ, ഒരു ഹൈവേ ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു ഓഫ് റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഓഫ് റോഡ് ഉണ്ട്. ഓക്കെ, മിസ് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും ഈ 2 റോഡിലൂടെയും പോകുമ്പോൾ ഒരേ സ്പീഡിലാണ് പോവുക? ഓഫ് റോഡിൽ പോകുമ്പോഴും ഹൈവേയിലൂടെ പോകുമ്പോഴും നിങ്ങളുടെ വെഹിക്കിൾ ഒരേ സ്പീഡിലാണ് പോവുക? ആണോ? അല്ല അല്ലേ? എന്തുകൊണ്ടാ? ഹൈവേയിൽ നമ്മൾ നല്ല സ്പീഡിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? ആ ഒരു സ്പീഡ് നമുക്ക് ഓഫ് റോഡിലൂടെ പോകാൻ പറ്റുമോ? പറ്റൂല അല്ലേ? അതായത് അവിടെ എന്തുണ്ട്? ഓഫ് റോഡിൽ ഒരുപാട് നമുക്ക് എന്താ പറയാ, ഒരുപാട് തടസ്സങ്ങളുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ കേസ്. ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല? എല്ലാ മീഡിയത്തിലൊന്നും ഒരേ വേഗതയിലൊന്നും അല്ല സഞ്ചരിക്കുന്നത്. ഓക്കെ, അതിന് എവിടേക്കോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? അത് സാവധാനം അല്ലെങ്കിൽ പതിയെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ, നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ
ഇപ്പൊ നമ്മൾ തടസ്സമൊന്നുമില്ല, നമ്മൾ ഫിസിക്സിൽ പറയാം അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ എന്താ മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം. ഓക്കെ, അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശത്തിന് കടന്നു പോകാനുള്ള അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ഓരോ മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത് മക്കളെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓരോ മാധ്യമത്തിലും ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്? ഓരോ മാധ്യമത്തിലും ലൈറ്റ് ഓരോ സ്പീഡിലാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഓരോ മാധ്യമത്തിലും ഓരോ തടസ്സങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് മാധ്യമം വേണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ രണ്ട് മാധ്യമങ്ങൾ ഒരു മീഡിയം നമ്മൾ ഡെൻസർ ആയിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയും. ഇനി രണ്ടാമത്തെ എന്താടാ? ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് മീഡിയംസിനെയാണ് അല്ലേ? രണ്ട് മീഡിയംസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരാളായിരിക്കും ഡെൻസർ, മറ്റാൾ എന്താടാ? റെയറർ ആണ്. ഒരാൾ ഡെൻസർ ആണ്, ഒരാള് റെയറർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാല്? ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാല് എ മീഡിയം ഇൻ വിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ്. ഓക്കെ, പ്രകാശം സ്പീഡ് കുറച്ച് ട്രാവൽ ചെയ്യുന്ന മീഡിയംസ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മീഡിയം എടുക്കും. ഫോർ എക്സാമ്പിൾ എയർ, വേറൊന്ന് നമുക്ക് ഗ്ലാസ് എടുക്കാം. ഓക്കെ, എയർ എടുത്തു, ഗ്ലാസ് എടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് മീഡിയങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യില്ല. നമ്മൾ ഈ 4 മീഡിയംസ് എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആർക്കാണോ അല്ലെങ്കിൽ ഏത് മീഡിയത്തിലാണോ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ, അവിടെ നമ്മുടെ ലൈറ്റ് പതിയെ ആയിരിക്കും സഞ്ചരിക്കുക. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നമ്മുടെ ലൈറ്റ് എങ്ങനെയായിരിക്കും? ലെസ് സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അപ്പൊ എന്താണ് ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ? സാന്ദ്രത കൂടിയ മാധ്യമം. ഓക്കെ, സാന്ദ്രത കൂടിയ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? എ മീഡിയം ഇൻ വിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ്. ഓക്കെ, മാധ്യമത്തിലൂടെ പ്രകാശ വേഗത കുറവാണെങ്കിൽ ആ മാധ്യമത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഓക്കെ, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം അല്ലെങ്കിൽ മാധ്യമത്തിൽ സ്പീഡ് എങ്ങനെയായിരിക്കടാ? കുറവായിരിക്കും. സ്പീഡ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾ നോക്കുക അല്ലെ? എയർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്ലാസ് ആണ് എന്ത്? ഈ ഒരു കോമ്പിനേഷനിൽ ഗ്ലാസ് ആണ് എന്ത് മക്കളെ? ഡെൻസർ മീഡിയം. ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം. അതായത് ഗ്ലാസ്സിലൂടെയാണ് നമ്മുടെ ലൈറ്റിന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. എയറിലൂടെ പെട്ടെന്ന് പോകും, ഗ്ലാസ്സിലൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഗ്ലാസ് ഈസ് ദ ഡെൻസർ മീഡിയം അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ മാധ്യമം, ഡെൻസർ മീഡിയം. ഓക്കെ, അടുത്തതാണ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഓക്കെ, സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകൂല. തടസ്സം ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? നമ്മളെ ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്തു. So what is optically rarer medium? A medium in which speed of light is more. അല്ലേ? നമ്മളെ ലൈറ്റ് വളരെ വേഗത്തിൽ ട്രാവൽ ചെയ്യുന്ന മാധ്യമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഓക്കെ, സോ ഈ സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എയർ ആണ് എന്ത് മക്കളെ? റെയറർ മീഡിയം. എയർ ആണ് റെയറർ മീഡിയം. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് മാധ്യമങ്ങൾ ഉണ്ടാവും, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം. അപ്പൊ നമുക്ക് ആ മാധ്യമങ്ങൾ കണ്ടാൽ നമുക്ക് എന്ത് അറിയണം? ഏതാണ് ഡെൻസർ മീഡിയം, ഏതാണ് റെയറർ മീഡിയം എന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്താടാ? ആർക്കാണോ സ്പീഡ് കൂടുതൽ അയാൾക്ക് ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ആർക്കാണോ സ്പീഡ് കൂടുതൽ അയാൾക്ക് ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, ആർക്കാണോ സ്പീഡ് കുറവ് അവിടെ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് എടുക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയറിലാണ് എന്ത്? സ്പീഡ് കൂടുതൽ അല്ലേ? എയറിലാണ് സ്പീഡ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എയറിലായിരിക്കും എന്ത് മക്കളെ? എയറിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവായിരിക്കാടാ? നമ്മുടെ എയറിനാണ്.
ഏറ്റവും കൂടുതൽ സ്പീഡ് വായുവിലാണ് അല്ലെങ്കിൽ എയറിലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എവിടെയാണ്? എവിടെയാണ് ഏറ്റവും കുറവ്? എവിടെ ആയിരിക്കടാ? എവിടെയാണോ വേഗത കൂടുതൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ഇനി എവിടെയാണോ വേഗത കുറവ്, എവിടെയാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്, അവിടെ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, എവിടെയാണോ വേഗത കൂടുതൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. എവിടെയാണോ വേഗത കുറവ് അവിടെ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രകാശ വേഗത അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് രണ്ടും വരാം. ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലും ഡിക്രീസ് ചെയ്യുന്ന രീതിയിലും വരാറുണ്ട്. അതേപോലെ എന്ത് ചോദിക്കാറുണ്ട്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് കൂടിയതാരാണ്, സ്പീഡ് കുറഞ്ഞതാരാണ് എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ആർക്കാണ്? ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്? ഓക്കെ, ആർക്കാണ്? എയറിനാണ് മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കാടാ? വായുവിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ആർക്കാണ്? വായു. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ സ്പീഡ് ഏറ്റവും കുറവ് സ്പീഡ് എവിടെയാടാ? നമ്മുടെ വജ്രത്തിലാണ് അല്ലെ? ഏറ്റവും കുറവ് സ്പീഡ് വജ്രത്തിലാണ്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ കൂടുക? ഇയാൾക്കായി. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇങ്ങനെ കൂടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പീഡ് ഇങ്ങനെ കൂടി. ഓക്കെ, അതായത് എങ്ങനെയാടാ? നമ്മൾ ഈ സ്പീഡും പിന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടല്ലോ, അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും, ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഓക്കെ, ആർക്കാണോ സ്പീഡ് കൂടുതൽ അയാൾക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 4 മീഡിയംസ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് എയർ, പിന്നെ നെക്സ്റ്റ് ആരാടാ? നമ്മുടെ വാട്ടർ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഗ്ലാസ്. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എവിടെയാണ്? ഡയമണ്ട്. ഓക്കെ ആണോ? എപ്പോഴും ഷുവർ ആയി വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ, പ്രകാശിക സാന്ദ്രത കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറയുന്ന രീതിയിൽ. ഓക്കെ, അതേപോലെ തന്നെ സ്പീഡ് കൂടുന്ന രീതിയിൽ, സ്പീഡ് കുറയുന്ന രീതിയിൽ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം. ഓക്കെ, ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ അതിൽ സ്പീഡ് കുറവാണ്. റയറർ മീഡിയം എന്ന് പറഞ്ഞാൽ അതിൽ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അറേഞ്ച് ദ മീഡിയം ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന രീതിയിൽ, ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, ചെയ്ത് നോക്കിയേ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ആദ്യം സ്പീഡ് കൂടിയ ആൾ ആരാന്ന് അറിയണം. അയാൾക്കായിരിക്കും ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ചെയ്ത് നോക്കിയേ. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇൻക്രീസിങ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻക്രീസ് ചെയ്ത് പോകണം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകണം. ഓക്കെ ആണല്ലോ? ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാടാ? നമ്മുടെ എയർ അല്ലെ, വായുവിനാണ് ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അടുത്തത് ആരാണ്? വാട്ടർ. ഓക്കെ, ദെൻ ഗ്ലാസ്. ഓക്കെ, അഗെയിൻ ഡയമണ്ട്. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാടാ? വജ്രത്തിന് അല്ലെങ്കിൽ ഡയമണ്ടിനാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അഗെയിൻ അടുത്തൊരു ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? ഓരോ മീഡിയത്തിലും ലൈറ്റിന് ഓരോ സ്പീഡാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്കറിയുന്ന കാര്യമാണ് നമ്മുടെ വായു അല്ലെങ്കിൽ വാക്വത്തിലൂടെയാണ് നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁻⁸ 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, വാക്വത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാടാ?
3 × 10⁸ meter per second. അപ്പൊ എന്താ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ റേഷ്യോ. ഓക്കെ, അതെന്താണ്? ഒരു അനുപാത സംഖ്യയാണ്, ഒരു നമ്പറാണ്. ഓക്കെ, അതിനെന്തില്ല? യൂണിറ്റ് ഇല്ലാത്ത ഒരു നമ്പറാണ് എന്ത്? നമ്മുടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താടാ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്? എയറിനെ നോക്കുമ്പോൾ, അല്ലെ, എയറിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വാക്വത്തിനെ നോക്കുമ്പോൾ മറ്റ് മാധ്യമത്തിലൂടെയുള്ള നമ്മുടെ ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ നോക്കുന്ന ഒരു നമ്പറാണ് എന്ത്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിറ്റ് ഇല്ലാത്ത ഒരു നമ്പറാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാണ് കാണുക? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഓക്കെ, അപ്പൊ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറയും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പിന്നെ ഈ നമ്മുടെ വാക്വത്തിലെ സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. 3 × 10⁸ ആണ് നമ്മുടെ വാക്വം അല്ലെങ്കിൽ എയറിലുള്ള സ്പീഡ്. ഇന്ന് ഈ ഒരു സാധനം, അല്ലെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം അല്ലെങ്കിൽ മാധ്യമത്തിലൂടെയുള്ള സ്പീഡ് കാണാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊരു പ്രോബ്ലം തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താടാ? നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ n ഈക്വൽ ടു c/v. സി എന്ന് പറഞ്ഞാൽ എന്താടാ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. വി എന്ന് പറഞ്ഞാലോ മാധ്യമത്തിലൂടെയുള്ള, ഏത് മാധ്യമം? വജ്രാണോ അതോ ഡയമണ്ട് ആണോ? സോറി, വജ്രം, ഡയമണ്ട് അല്ലെങ്കിൽ ഗ്ലാസ്, വാട്ടർ, ഏത് മീഡിയം തരാം, അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യയാണ്, ഒരു അനുപാത സംഖ്യയാണ് എന്താ? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ കാണാതെ നമുക്ക് അറിയേണ്ട കാര്യമാണ് കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാടാ? 3 × 10⁸ meter per second. ഓക്കെ, ഇനി പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് എന്താ? ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. അപ്പൊ അപവർത്തനാങ്കം കാണാൻ പറഞ്ഞ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താടാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗിവൺ മീഡിയം. അല്ലെ, 3 മീഡിയംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചോദ്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ, സോ n ഈക്വൽ ടു c/v. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എയറിന്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം എത്രയാണ്? 3 × 10⁸ meter per second. ഓക്കെ, സോ v ഈക്വൽ ടു എത്രയാണ്? 3 × 10⁸ meter per second. ഓക്കെ, സി നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സി എത്രയാണ്? 3 × 10⁸ meter per second. ഓക്കെ, അപ്പൊ n ഈക്വൽ ടു c/v. അല്ലെ, അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അല്ലെങ്കിൽ വായുവിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാടാ? 3 × 10⁸ meter per second ഡിവൈഡഡ് ബൈ എയറിന്റെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ്? 3 × 10⁸ meter per second. ഓക്കെ, അപ്പോ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. 3 × 10⁸ ന്യൂമറേറ്ററിലും ഉണ്ട്, 3 × 10⁸ ഡിനോമിനേറ്ററിലും. സോ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടൂടാ? ബാക്കി 1. ഓക്കെ, അപ്പോ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാടാ? എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ ആണോ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമുക്ക് അറിയേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഇതാണ് താഴെയുള്ളതാണ് ഡിനോമിനേറ്ററുള്ള ഭാഗം നമുക്ക് തന്നിട്ടുണ്ടാവുക. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലെങ്കിൽ മാധ്യമം, ഏതാണോ മാധ്യമം ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത. ഓക്കെ, വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് കണ്ടുപിടിച്ചോളൂ.
ഓക്കെ, ഇക്വേഷൻ സെയിം ഇക്വേഷൻ. ഓക്കെ, എന്താണ് ജി നമുക്ക് അറിയുന്നതാണ്. ഇത് ഡയമണ്ട് ആണ്, വജ്രം, സോറി വാട്ടർ ആണ്, സോറി. ഓക്കെ, നമ്മൾ വാട്ടർ, വജ്രാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കത്തിൽ തന്നിട്ടില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാക്വത്തിലൂടെയുള്ള സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയാടാ വി? വി വാട്ടർ ആണ്, സോ 2.25 × 10⁸. ഓക്കെ ആണല്ലോ. 10⁸ 10⁸ ക്യാൻസൽ ചെയ്താൽ 3/2.25 കിട്ടും. സോ നമ്മൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുടാ? 1.33. ഓക്കെ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ 1.33 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ ഇതെന്ത് ചെയ്യാ നിങ്ങൾ ചെയ്യും. ഓക്കെ, ഗ്ലാസ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, എഴുതിയല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാടാ? നമ്മുടെ റിഫ്രാക്റ്റീവ്, ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4. ഓക്കെ, വജ്രത്തിന്റെ അപവർത്തനാങ്കം എത്രയാടാ? 2.4, അതായത് n = 2.4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ഇറ്റ്? ഡയമണ്ടിലൂടെയുള്ള പ്രകാശ വേഗത കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യാനുള്ളത്? n = c/v. ഓക്കെ, ഇവിടെ n തന്നിട്ടുണ്ട്, c തന്നിട്ടുണ്ട്, v ആണ് എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ, v ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിന്റെ വാല്യൂ എത്രയാടാ? തന്ന കാര്യം എടുത്ത് എഴുതി കൊടുക്കണം കേട്ടോ. സോ n = 2.4, then c = എത്രയാണ്? 3 × 10⁸. നമുക്ക് ഓൾറെഡി അറിയേണ്ട ഒരു വാല്യൂ ആണ്. വാക്വത്തിലൂടെയുള്ള എയറിന്റെ സ്പീഡ്, സോറി ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ ആണല്ലോ. ഇനി v ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? എന്നിന്റെ വാല്യൂ 2.4 = 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ, അറിയില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അറിയാത്തവനെ ഇങ്ങോട്ട് കൊണ്ടുപോയി = ഇയാളെ നമ്മൾ എന്ത് ചെയ്യാ? ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും. സോ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2.4. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമുക്ക് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്താണ്? 1.25 × k. സോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് എത്രയാടാ? v = 1.25 × ഈ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, ചെയ്ത് നോക്കണം കേട്ടോ. അഗെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി, പിന്നെ പതന ബിന്ദുവിലെ ലംബം, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നിവ ഒരേ തലത്തിലായിരിക്കും. പിന്നെ അടുത്തൊരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. എന്താണ്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യണം? അടുത്തതും കൂടെ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക്, അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക്, ആദ്യം നമ്മൾ പറഞ്ഞത് റെയറർ ടു ഡെൻസർ. റെയറിൽ നിന്നും ഡെൻസറിലോട്ടാണെങ്കിൽ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യടാ? നമ്മുടെ നോർമലിനോട് അടുത്ത് വരും. ഓക്കെ,
മിസ് എന്ത് ചെയ്യാം, അതൊരു ഫിഗർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ദെൻ ഓക്കെ ഇതെന്താണ് ഒരു ദിസ് ഇസ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ഓക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമ്മൾ ഇവിടെ എന്താ ചെയ്യാണ്ട് നമുക്ക് നോർമൽ വരക്കാനുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ ഉണ്ട്. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യടാ, നമ്മുടെ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഓക്കെ സോ ദിസ് ഈസ് ഇൻസിഡന്റ്. ഓക്കെ ഫോർ എക്സാമ്പിൾ ഇത് മക്കളെ ഇത് എയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ദിസ് എയർ ഇതെന്താണ്, വാട്ടർ. ഓക്കെ ഇതിൽ ഡെൻസർ മീഡിയം ഏതാണ്, വാട്ടർ ആണ് അല്ലേ. അപ്പൊ റെയറർ മീഡിയം അല്ലെങ്കിൽ പ്രകാശക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പ്രവേശിച്ചാൽ എന്ത് ചെയ്യടാ, നമുക്കറിയുന്ന കാര്യമാണ് ഈ ഡെൻസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തടിയുള്ള ഒരാളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം അല്ലെ. ഡെൻസർ കുറച്ച് കട്ടിയൊക്കെ ഉള്ള ആളാണ്. അയാൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന റേനെ അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും. ഓക്കെ അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് നമ്മുടെ ലൈറ്റ് റേ പ്രവേശിക്കുമ്പോൾ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ ആക്ച്വലി ഇയാൾ ഇങ്ങനെ പോവേണ്ടതാണ്. ഓക്കെ ബെൻഡിങ് ഒന്നും ഇല്ലാതെ പോവേണ്ടതാണ്. പക്ഷെ എന്താ പറയാ, റിഫ്രാക്ഷൻ നടന്നതുകൊണ്ട് അതെന്ത് ചെയ്യും, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ സോ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസറിലോട്ടാണ്. ഡെൻസർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയത്, ഡെൻസർ കുറച്ച് അത്യാവശ്യം തടിയൊക്കെ ഉള്ള ആളാണ്, അയാൾ എന്ത് പിടിച്ചു വലിക്കും. ഓക്കെ ആണല്ലോ. ഇനി നേരെ ഓപ്പോസിറ്റ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഡെൻസർ ടു റെയർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്തായിരുന്നു, റെയറർ ടു ഡെൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഡെൻസർ ടു റെയർ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഗ്ലാസ് ആണ്. ഓക്കെ ഇത് ഗ്ലാസ് ആണ്, പിന്നെ ഇതെന്താണ്, എയർ ആണ് അല്ലെ. ഇതിൽ ആരാ ഡെൻസർ, ഗ്ലാസ് ആ ഡെൻസർ, എയർ എന്താണ്, റെയർ അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യടാ, ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു. റേ ഓഫ് ലൈറ്റ് വരുന്നു. ആൾ ആക്ച്വലി ഇങ്ങനെ അല്ലെ, ബെൻഡിങ് ഒന്നും ഇല്ലാതെ പോവേണ്ടതായിരുന്നു. പക്ഷെ റിഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാടാ, എവേ ഫ്രം നോർമൽ, എവേ ഫ്രം നോർമൽ. ഓക്കെ സോ ഡെൻസർ ടു റെയർ, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലാണെങ്കിൽ ഡെൻസർ ടു റെയറർ എവേ ഫ്രം നോർമൽ, ഡെൻസർ ടു റെയറർ എവേ ഫ്രം നോർമൽ. ഇനി റെയറർ ടു ഡെൻസർ ടുവേർഡ്സ് നോർമൽ, ടുവേർഡ്സ് നോർമൽ. ഓക്കെ ആണല്ലോ. ഓക്കെ ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് സ്ലാബ് അല്ലെ. ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസിന്റെ ഒരു കട്ട അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എയർ ഏതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എയർ ഏതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫസ്റ്റ് യുനോ ഇവിടെ നമ്മുടെ എയർ ആണ് അല്ലെ. ഇവിടെ എന്താണ്, സോ ഫസ്റ്റ് മീഡിയം നമ്മുടെ എയർ ആണ്. ഓക്കെ ഇതെന്താണ്, ഇത് എയർ ആണ്. എയർ ആണ് ഇത്. എന്താടാ, ഇത് ഗ്ലാസ് ആണ്, വീണ്ടും എയർ ആണ്. ആണല്ലോ. ഇങ്ങനെയാണ് റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ഗ്ലാസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസിന്റെ ഒരു കട്ട. ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം റേ ഇങ്ങനെ വരുന്നു, റേ ഇങ്ങനെ ഇൻസിഡന്റ് റേ വരുന്നു. ഇൻസിഡന്റ് റേ എന്ത് ചെയ്യടാ, എയറിൽ നിന്നും ഗ്ലാസ്സിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇതെന്താണ്, ഇത് ഡെൻസർ മീഡിയം ആണ്. ഒരു മിനിറ്റ് നമുക്ക് ഓക്കെ ഇവിടെ ഗ്ലാസ് ആണ് എന്ത്,
ഡെൻസർ മീഡിയം. ഓക്കെ, ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം. ഇനി ഡെൻസർ മീഡിയയിലോട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ അല്ലേ? ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം, സോ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. ഇനി അടുത്തത് വീണ്ടും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു, ഇവിടെ എത്തുന്നു, ഇവിടുന്ന് എത്തി നേരെ എയറിലോട്ട്. ഓക്കെ, സോ അതെന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ അല്ലേ? ആദ്യം ഇറ്റ് ടുവേർഡ്സ് നോർമൽ, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാടാ? അവേ ഫ്രം നോർമൽ. കാരണം എന്തുകൊണ്ടാ? വായു എന്താണ്? റെയറർ മീഡിയം ആണ് അല്ലേ? സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം നോർമൽ. ഓക്കെ, സോ ദിസ് ഈസ് റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് ലാബ്. ഓക്കെ, ഗ്ലാസ് ലാബിൽ റിഫ്രാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് 2 തവണ ആവർത്തനം സംഭവിക്കുന്നുണ്ട്. ആദ്യം എയർ ടു ഗ്ലാസ്, പിന്നെ ഗ്ലാസ് ടു എയർ. ആദ്യം ടുവേർഡ്സ് നോർമൽ അല്ലെങ്കിൽ ലംബത്തിനോട് അടുക്കുന്നു, റിഫ്രാക്റ്റഡ് റേ ലംബത്തിനോട് അടുക്കുന്നു. രണ്ടാമത്തെ കേസിൽ ഈ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നുണ്ടടാ? എവേ ഫ്രം നോർമൽ. മിസ് കൊടുത്തിട്ടുണ്ട്, എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ദ ഗ്ലാസ് ലാബ് ഫ്രം എയർ. സിൻസ് ദ ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ, സാന്ദ്രത കൂടിയ മാധ്യമമാണ്, സോ ദ ലൈറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. Then the light ray travels straight inside the glass. Okay, ഒരേ മാധ്യമമാണ് അല്ലെ? അപ്പൊ ബെൻഡിങ് ഒന്നും സംഭവിക്കുന്നില്ല. സോ ഇറ്റ് ട്രാവൽ സ്ട്രൈറ്റ് ലൈൻ. ഇനി when it come out from glass to air, ഗ്ലാസിന് എയറിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യടാ? ഇറ്റ് ബെൻഡ് away from normal. ഓക്കെ, പിന്നെ പുറത്ത് വരുന്ന റേയും ആദ്യം വന്ന നമ്മുടെ ഇൻസിഡന്റ് റേയും എങ്ങനെയായിരിക്കടാ? പാരലൽ ആയിരിക്കും. ഓക്കെ, പ്രകാശകിരണം വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുന്നു. ഗ്ലാസ് വായുവിനേക്കാൾ ഒപ്റ്റിക്കലി ഡെൻസർ ആയതിനാൽ കിരണം നോർമലിലേക്ക് വളയുന്നു. ഗ്ലാസിന്റെ അകത്ത് പ്രകാശം നേരെ സഞ്ചരിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ട്രൈറ്റ് ആയിരിക്കും സിംഗിൾ മീഡിയം ആണെങ്കിൽ. ഗ്ലാസിൽ നിന്ന് വീണ്ടും വായുവിലേക്ക് പുറത്തു വരുമ്പോൾ കിരണം നോർമലിൽ നിന്ന് അകലുന്നു അല്ലെങ്കിൽ വളയുന്നു, നോർമലിൽ നിന്ന് അകലേക്ക് പോകുന്നു. കാരണം എന്താണ്? എയർ ഒരു റെയറർ മീഡിയം ആണ്. ഓക്കെ ആണല്ലോ? ഇനി പുറത്തു വരുന്ന കിരണം എന്ത് ചെയ്യും? സമാന്തരമായി ഇരിക്കും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ഇതൊരു സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താണ്? അപ്പൊ നമ്മൾ ആദ്യ ഒരു ഫിഗറിൽ കണ്ടു അല്ലെ? നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ആഴമില്ലാത്ത പോലെ തോന്നും അല്ലെ? പക്ഷെ ചാടി നോക്കിയാലോ അത്യാവശ്യം നല്ല ആഴം ഉണ്ടാവും അല്ലെ? അതെന്തുകൊണ്ടാണ് ചോദ്യം. സോ അതെന്തുകൊണ്ടാണ്? അത് റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ അപവർത്തനം കൊണ്ടാണ് നമ്മുടെ പോണ്ട് അല്ലെ? പോണ്ട് നമുക്ക് ആഴക്കുറവ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അടിത്തട്ട് പൊങ്ങിയ പോലെ തോന്നും. അടിത്തട്ട് പൊങ്ങിയ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ആൻസർ എന്താടാ? അപവർത്തനം. ഓക്കെ, ലൈറ്റ് കമ്മിങ് ഫ്രം ദ പോണ്ട് ബോട്ടം ട്രാവൽ ഫ്രം വാട്ടർ. ഓക്കെ, വാട്ടറിൽ നിന്നും എയറിലോട്ടാണ്. ഫ്രം ഡെൻസർ ടു റെയർ ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഇനി when light passes from water to air it bend away from the normal. Our eye traces light rays in a straight line, so the bottom appears raised from its real position. ഓക്കെ, ആ റിയൽ പൊസിഷനിൽ നിന്നും കുറച്ച് റൈസ് ചെയ്ത പോലെ തോന്നാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്താ മക്കളെ? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അല്ലെ? ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ഈ ഓരോ ലെയറിനും ഓരോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഓക്കെ, ഓരോ ലെയറിലും ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ്. അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആവും. ടെമ്പറേച്ചർ മാറുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറും. ഓക്കെ, നമ്മുടെ താപം മാറുന്ന സമയത്ത് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം വരും. സോ പ്രകാശിക സാന്ദ്രത വ്യത്യാസം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ ആണല്ലോ? ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നക്ഷത്രം മിന്നി തിളങ്ങുന്നത്? എന്തുകൊണ്ടാണ്? അത് റിഫ്രാക്ഷൻ മൂലാണ്. ഓക്കെ, ഒരു സെക്കൻഡ്.
ഓക്കെ, അപ്പൊ എന്താടാ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് ആദ്യം നോക്കാം. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് when it passes through different layers of air in atmosphere. ഇനി the earth atmosphere has different layers of air. നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അല്ലേ? ഓരോ ലെയേഴ്സിലും ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. ഡെൻസിറ്റി മാറുമ്പോൾ എന്ത് മാറും? സ്പീഡ് ചേഞ്ച് ചെയ്യും. ഡെൻസിറ്റി മാറുമ്പോൾ എന്ത് മാറുടാ? സ്പീഡ് മാറും. സോ സ്പീഡ് മാറുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈറ്റ് റേ കണ്ടിന്യൂസ്ലി ബെൻഡ് ചെയ്യും. സോ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബെൻഡിങ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ വായുപാളികളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അത് വളയുന്നതാണ് അന്തരീക്ഷ അപവർത്തനം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അപ്പൊ എങ്ങനെയാ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു എന്താ പറയാ, നമ്മൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? നക്ഷത്രത്തിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ നക്ഷത്രത്തിൽ നിന്നും വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. ഇനി ഇത് വാക്വമാണ്, ഇവിടെ എന്തില്ല? സിംഗിൾ മീഡിയം ആണ്, അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇനി ഇവിടെ എത്തുമ്പോൾ അല്ലെ, നമ്മൾ ഓരോ ലെയറിലും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറ്റാണ്. അപ്പൊ എന്ത് ചെയ്യടാ? നമ്മൾ ലൈറ്റ് റേ ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം നമ്മൾ ഇവിടെ നോക്കുമ്പോഴോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നക്ഷത്രം എവിടെ തോന്നിടാ? ഇവിടെ ആയി തോന്നും, ഇവിടെ ആയിട്ട് തോന്നും. ആക്ച്വലി ഇതാണ് ആക്ച്വൽ പൊസിഷൻ. ഓക്കെ, പക്ഷെ നമ്മൾ കാണുന്നത് ഇവിടെ ആയിരിക്കും. തൊട്ട നിമിഷം അല്ലെ, അടുത്ത നിമിഷം ആകുമ്പോഴേക്കും ടെമ്പറേച്ചറും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റടാ? ഈ നക്ഷത്രം വീണ്ടും ഇവിടെയുള്ള പോളത്ത്, പിന്നെ ഇവിടെയുള്ള ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ പറയും, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നടാ? നമ്മുടെ നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത്. ഓക്കെ, സോ വൈ സ്റ്റാർസ് ട്വിങ്കിൾ? എന്തുകൊണ്ടാണ്? വെൻ ലൈറ്റ് ഫ്രം എ സ്റ്റാർ ട്രാവൽ ടുവേർഡ്സ് എർത്ത് അല്ലെ, എർത്തിലോട്ട് വരുന്ന സമയത്ത് ഇറ്റ് പാസസ് ത്രൂ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് earth atmosphere. These layers have different temperature and densities, so the light bend okay, these layers have different temperature and densities, so the light bend again and again. ഓരോ ലെയറിലും ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. സോ അവിടെ എന്തുണ്ടാവും? റിഫ്രാക്ഷൻ ഉണ്ടാവും. Therefore, when the light ray from the star reach the eye after refracted several times, the star cannot be seen continuously at the same position. അല്ലേ? ടിം 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 ഇങ്ങനെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. So this is the reason for twinkling of stars. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അടുത്തത് മലയാളം മീഡിയക്കാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്ക്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്ന? ഒറ്റ 1 മാർക്കാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്തുമാത്രമാണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനം. ഓക്കെ, 2 മാർക്കാണെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു കാരണം മക്കളെ. ഇത് ഓക്കെ, നമ്മുടെ സൂര്യ ഉദിക്കുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും? സണ്ണിനെ കാണും. സൂര്യ അസ്തമിച്ചാൽ സൺസെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സണ്ണിനെ കാണാറുണ്ട്. ഒരു 2 മിനിറ്റ്, ഏകദേശം 2 മിനിറ്റ്. അതെന്തുകൊണ്ടാ? ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനം. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു സണ്ണിനെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ലൈന് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹൊറിസൺ. ഓക്കെ, ഈ ഹൊറിസോണിന്റെ താഴെ പോയാൽ നമ്മൾ പറയും എന്ത്? സണ്ണ് സെറ്റായി. ഇനി ഹൊറിസോണിന്റെ മുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സൺറൈസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണുക? ഹൊറിസോണിന്റെ മുകളിലാണ്. ഓക്കെ, ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ സൺ സെറ്റിലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഈ ഒരു സണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്താ? സണ്ണെന്നുള്ള റേസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നു. സണ്ണെന്നുള്ള റേസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ എത്തി. ഓക്കെ, പിന്നെ പോകുന്നത് എങ്ങനെയാടാ? നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ, നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് ഈ ലൈറ്റ് റേ എത്തുന്നുണ്ട്. എത്തുമ്പോൾ എങ്ങനെയാണ്? ഓരോ ലെയറിലും, അറ്റ്മോസ്ഫിയറിലെ ഓരോ ലെയറിലും ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്.
അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആകുമ്പോൾ എന്ത് പറ്റടാ, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫറെൻ്റ് ആവും അല്ലേ. അപ്പം എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി റിഫ്രാക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് ഇതെത്തുന്നത്. നമ്മൾ നോക്കുമ്പോഴോ, നമ്മൾ നോക്കുമ്പോൾ നേരെ നമ്മൾ സ്ട്രൈറ്റ് ആയി നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് നമ്മുടെ സൂര്യൻ എവിടെ ഉണ്ടടാ, ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇവിടെ സൂര്യൻ ഉണ്ടോ, ഇല്ല. അത് നമുക്ക് തോന്നുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ദ ആക്ച്വൽ പൊസിഷൻ. ഇതാണ് ഒരു തവണ ഇത് വരക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വൽ പൊസിഷൻ തന്നിട്ട് അപ്പാരന്റ് പൊസിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ കണ്ണിൽ നിന്ന് നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സണ്ണിനെ വരച്ചു കൊടുക്കുക. ഒരു തവണ, കഴിഞ്ഞ തവണ അല്ല എക്സാമിന്, ഇപ്രാവശ്യമില്ല, കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ. So, why is the sun visible before sunrise and after sunset? ഒറ്റ മാർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഇറ്റ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. ഓക്കെ. ഇനി ഈ ഒരു ഫിഗറിൽ അല്ലേ, ഇത് സൺസെറ്റ് ആണ്. ദ സൺ ഈസ് ആക്ച്വലി ബിലോ ദ ഹൊറിസോൺ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ. ഇനി ദ സൺലൈറ്റ് പാസസ് ത്രൂ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വിവിധ പാളികളിലൂടെ നമ്മൾ എയർ ട്രാവൽ ചെയ്യുന്നു. സോ നമ്മൾ എർത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യടാ, അത് ബെൻഡ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ബെൻഡിങ് ദ സൺ അപ്പിയേഴ്സ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ഇറ്റ്സ് റിയൽ പൊസിഷൻ. റിയൽ ആയിട്ടുള്ള ഈ പൊസിഷനിൽ നിന്നും അല്പം ഇവിടെ കാണും. ഓക്കെ. അപ്പൊ നമ്മൾ കാണുന്നത് ഇതാണ്. ആക്ച്വലി ഇത് സണ്ണുണ്ടോ, ഇല്ല. സണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. സൺ സെറ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, സണ്ണിനെ കാണാൻ പറ്റും. അടുത്തതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം. ഓക്കെ. സോ എന്താണ് ഈ പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം അവിടെ അറിയേണ്ട ഒരു ടേമാണ് ക്രിറ്റിക്കൽ ആംഗിൾ. എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാല്? അതൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ഒരു പതന കോണാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? ആ പതന കോണിന്റെ പ്രത്യേകത, ആ സമയത്തുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ. എന്താ വിളിക്കുക? ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഈ ഒരു ഫിഗർ നോക്കുക. ഓക്കെ. ഈ ഒരു ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് ഡെൻസർ മീഡിയം. ഓക്കെ. ഇത് വാട്ടർ ആണെന്ന്, ഇത് എയർ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് നമ്മൾ ലൈറ്റിനെ കടത്തിവിടുന്നു. ഓക്കെ ആണല്ലോ. കടത്തിവിടുന്നു. റെയറർ മീഡിയം ആണ്. സോ ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഇറ്റ് ബെൻഡ് ആക്ച്വലി ഇങ്ങനെ പോകേണ്ട ആൾ എന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഇറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യടാ? നമ്മൾ ഇതിനെ ഒരു മിനിറ്റ്. ഓക്കെ. നമ്മൾ ഇതിനെന്ത് ചെയ്തു? സെക്കൻഡ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇപ്പൊ നമ്മൾ റേ ഓഫ് ലൈറ്റ് വരുന്നു, റെയർ മീഡിയത്തിലായിട്ട് ഇത് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഞാൻ എന്ത് ചെയ്തടാ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചും കൂടെ കൂട്ടി കൊടുത്തു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ത് ചെയ്തു? കുറച്ചും കൂടെ കൂട്ടി കൊടുത്തു അല്ലേ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാടാ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി അല്ലേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ് അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ആദ്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കടത്തി വിടുന്നു, അത് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഒന്നും കൂടെ കടത്തി വിടുന്നു, ഇത് അഗെയിൻ ബെൻഡ് അവേ ഫ്രം നോർമൽ. അങ്ങനെ ബെൻഡ് ചെയ്ത് അവസാനം അത് എന്ത് ചെയ്യടാ? നമ്മുടെ ഈ ഒരു സർഫസ് കൂടെ എത്തും. ഈ സർഫസിൽ പോകുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ പറയുന്ന പേരാണ്
ക്രിറ്റിക്കൽ ആംഗിൾ. അപവർത്തന കോണ് 90 ഡിഗ്രി ആകുന്ന സമയത്തെ പതന കോണി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ. ഇനി ഞാൻ എന്ത് ചെയ്യാടാ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നും കൂടെ കൂട്ടി. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂട്ടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂട്ടി. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് ബെൻഡ് എങ്ങോട്ട് വരും? ഇറ്റ് റിഫ്ലക്ട് ടു സെയിം മീഡിയം. റിഫ്രാക്ഷൻ ഉണ്ടോ? ഇല്ല. ഇറ്റ് റിഫ്ലക്ട് ടു സെയിം മീഡിയം. ഈ ഒരു ഫിനോമിന നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂട്ടിയാൽ. ഇനിയോ 2 കേസുണ്ട്. ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് നമ്മൾ റേ ഓഫ് ലൈറ്റിനെ കടത്തി വിടുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യടാ? അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം. ഓക്കെ, പിക്ചർ തന്നിട്ട് ചോദിക്കാം ഇതിൽ ഏതൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ നോക്കേണ്ട കാര്യം എന്താണ്? ആദ്യം നിങ്ങൾ ആരോ നോക്കണം. ഏത് മീഡിയത്തിൽ നിന്നും ഏത് മീഡിയത്തിലോട്ടാണ് നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആഫ്റ്റർ ദൻ നമ്മൾ നോക്കേണ്ട കാര്യം ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ്. ഓക്കെ, സോറി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാന്ന് നോക്കണം. അത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ മാത്രമുള്ളൂ എന്ത് ചെയ്യടാ? നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കിട്ടുള്ളൂ. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന 2 കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇതെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. പതന കോൺ എന്ത് ചെയ്യണം? അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടണം. ഇനി ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണ? ഡെൻസർ ടു റയർ. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, ഈ ഫിഗർ നോക്കിയേ. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ആ സമയത്ത് ഇത് നമ്മുടെ സർഫസിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? സോ ഇത് എന്തായിരിക്കും? ഇവിടെ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. ഇവിടെ ക്രിറ്റിക്കൽ ആംഗിൾ. ഇനി ഇതിനേക്കാൾ നമ്മൾ ഒന്നും കൂടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ എന്ത് ചെയ്യും? ഇതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇത് നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ട 2 പെയേഴ്സിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ അറിയണം. ഓക്കെ, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട്. ഓക്കെ, ഗ്ലാസ്സിൽ നിന്നും എയറിലോട്ടാണ് നമ്മൾ റേ ഓഫ് ലൈറ്റ് കടത്തിവിടുന്നത്. ഓക്കെ, ഈ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാടാ? 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിറ്റിക്കൽ ആംഗിൾ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താടാ? ആ സമയത്തുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. ഇനി ഈ സമയത്തില് ഇതൊരു ഗ്ലാസ് എയർ പെയർ ആണ്. സോ ഈ സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കടാ? 42 ഡിഗ്രി. 42 ഡിഗ്രി. ഓക്കെ, 42 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂടാ? ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ 90 ഡിഗ്രി ആകുള്ളൂ. ക്രിറ്റിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ 42 ആണെങ്കിൽ മാത്രമേ ഈ ഒരു പിക്ചർ കറക്റ്റ് ആവൂ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ വാട്ടർ ആണെങ്കിലോ മക്കളെ? ഇവിടെ വാട്ടർ ആണെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാടാ? 42.6 ഡിഗ്രി. ഓക്കെ, 42.6 ഡിഗ്രിയിൽ നമ്മൾ റേ ഓഫ് ലൈറ്റ് കടത്തി വിട്ടാൽ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ കടക്കും. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ അല്ലേ? ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താടാ? ആ സമയത്തുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. ഇനി ഗ്ലാസും എയറും ആണ്. ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ എയറിലോട്ടാണ് ലൈറ്റ് റേ കടത്തി വിടുന്നത്. ഇനി ആ സമയത്തുള്ള ക്രിറ്റിക്കൽ ആംഗിൾ എത്രയായിരിക്കടാ? 42 ഡിഗ്രി. ക്രിറ്റിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണെങ്കിൽ ഇതേപോലെ നമ്മുടെ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. ഇനി വാട്ടർ ആണെങ്കിലോ? വാട്ടറിൽ നിന്ന് നമ്മൾ എയറിലോട്ട് കടത്തി വിടുകയാണെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ 48.6. ഈ 2 വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഏതാണ്? നമുക്ക് വാട്ടർ എടുക്കാം. ഓക്കെ, സോ വാട്ടർ, എയർ. ഇതിൽ ഏതൊക്കെയാടാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞേ. ഇത് വാട്ടർ ആണ്, എയർ ആണ്. ഇനി ഇത് വാട്ടർ ആണ്, എയർ ആണ്. ഇത് വാട്ടർ ആണ്, ഇത് എയർ ആണ്. ഇനി ഇത് ഗ്ലാസ് ആണ്, എയർ ആണ്. ഇത് ഗ്ലാസ് ആണ്, എയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? ഫസ്റ്റ് ഫിഗറിലോ വാട്ടർ ആണ് അല്ലെ? വാട്ടറിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയായിരുന്നു? 48.6 ഡിഗ്രി അല്ലെ? ഇവിടെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ്? സോറി, ഇവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാടാ? 51 ഡിഗ്രി അല്ലെ? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ
ക്രിറ്റിക്കൽ ആംഗിൾ അല്ലേ? ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ വലിയതാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് ഇറ്റ് റിഫ്ലക്ട് ബാക്ക് ടു സെയിം മീഡിയം. സോ ദിസ് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? വാട്ടറിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ കൊടുത്തിട്ടുണ്ട് 48.6, ഇൻസിഡന്റ് ആംഗിൾ 48.6 ആണ്, അതായത് അതിന് ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. സോ ആ സമയത്തുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. പക്ഷെ ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒന്നും അല്ല. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സെയിം മീഡിയത്തിലോട്ട് റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇതോ ഒന്നുമില്ല അല്ലെ? ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ എന്താണ്? അത് ഗ്ലാസ് ആണ്, ഇത് എയർ ആണ്. ഗ്ലാസ് നിന്ന് എയറിലോട്ട് പോകുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. സോ ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിറ്റിക്കൽ കോണ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ. ഇത് നോക്കടാ, ഇവിടെ 44 ഡിഗ്രി 44 ഡിഗ്രി ആണ് അല്ലേ? ഈ 44 ഡിഗ്രി എന്താണ്? 44 ഡിഗ്രി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണല്ലോ. ക്രിറ്റിക്കൽ ആംഗിൾ 42 ആണ്. 42നേക്കാൾ വലുതാണ് 44 അല്ലേ? അപ്പോൾ ഈ ഗ്ലാസ്സിൽ നടക്കുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം എന്താടാ? ഡെൻസർ ടു റെയറർ മീഡിയം ആകണം. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ഇനി ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വൈഫൈ കണക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ കണക്ഷനൊക്കെ സിഗ്നൽസ് വരുന്നത് എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിൽ നടക്കുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കേബിൾ വയറാണ് എന്ത്? നമ്മുടെ ഒപ്റ്റിക്കൽ OCB, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ പാർട്സ് എങ്ങനെ നടക്കുന്നു വെച്ചാൽ ഇതെന്താടാ? ഇതൊരു ഡെൻസർ മീഡിയ ആണ്. ഇതൊരു ഡെൻസർ മീഡിയ ആണ്. ഇതൊരു റെയറർ മീഡിയ ആണ്. ഈ റെയറർ മീഡിയ സോറി ഒരു സെക്കൻഡ്. ഓക്കെ, ഇതെന്താടാ? ഇതൊരു റെയറർ മീഡിയ ആണ്. ഇതൊരു ഡെൻസർ മീഡിയ. ഇതിന്റെ ഉള്ളിൽ ഡെൻസർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റിനെ കടത്തി വിട്ടു അല്ലേ? ഇത് ഏതെങ്കിലും ഒരു ലേസർ ലൈറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു റേ ഓഫ് ലൈറ്റിനെ കടത്തി വിട്ടു. റേ ഓഫ് ലൈറ്റിനെ കടത്തി വിടുന്ന സമയത്ത് എന്താണ്? ഇത് ഡെൻസർ ആണ് അല്ലേ? ഈ ഡെൻസറിൽ നിന്നും ഇത് റെയറർ ആണ്. റെയറിലോട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ഇതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെൻസർ ടു റെയറർ ആണ് കടത്തിവിടുന്നത്. ഡെൻസർ ടു റെയറർ. അപ്പൊ എന്ത് ചെയ്യും? ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിൽ നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നമ്മൾ സൗണ്ട് സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു എനർജി ലോസും അല്ലെങ്കിൽ ഇന്റൻസിറ്റിയിൽ ഒരു കുറവും ഇല്ലാതെ നമുക്ക് ആ കൊടുത്ത സിഗ്നൽ അതുപോലെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അടുത്തതാണ് നമ്മുടെ മിറാഷ് അല്ലേ? ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, മിറാഷ്. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഈസ് ദ റോഡ് എ ഹെഡ് വിസിബിൾ ഓൺ എ ഹോട്ട് ഡേ ആസ് ഇഫ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അല്ലെ? നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്ത് തോന്നും? റോഡിൽ വെള്ളമുള്ള പോലെ തോന്നാറുണ്ട്. സോ അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നല്ല ഹോട്ട് കണ്ടീഷൻ ആണെങ്കിൽ അല്ലെ, ഇവിടെയുള്ള എയർ എന്തായിരിക്കും? റെയറർ ആയിരിക്കും. ഇവിടെയുള്ള എയർ എന്തായിരിക്കണം? ഓക്കെ, ഇവിടെ കുറച്ച് കോൾഡ് ആയിരിക്കും. പിന്നെ ഇവിടെ എന്തായിരിക്കും? ഹോട്ട് എയർ ആയിരിക്കും. ഓക്കെ, ഹോട്ട് ആണെങ്കിൽ ഇവിടെ റെയറർ മീഡിയം ആണ്, ഇവിടെ ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു അല്ലെ? ഈ മരത്തിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഡെൻസർ മീഡിയത്തിൽ നിന്നും ഇത് റെയറർ മീഡിയത്തിലേക്ക് കടക്കുന്നു. ഇനി ഇതിന്റെ ഇത് തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? റിഫ്രാക്ട് ചെയ്ത് പോകാതെ ഇത് നേരെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ആണ് കാറിൽ ഇരിക്കുന്ന നമ്മൾ കാണുന്നത് ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് ശേഷം തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു ഇല്യൂഷൻ, നമുക്കൊരു ഇല്യൂഷൻ ആയിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി അത് അവിടെ ഇല്ല. അത് കാണാനുള്ള റീസൺ എന്താണ്? ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അടുത്തതാണ് നമ്മുടെ റിഫ്ലക്റ്റർ അല്ലെ. റിഫ്ലക്റ്റർ നമുക്കറിയാം, നമ്മുടെ വെഹിക്കിൾസിന്റെ ലൈറ്റ്സിലേക്ക് ഉള്ളിലുള്ളതാണ് നമ്മുടെ റിഫ്ലക്റ്റർ അല്ലെ. ഈ റിഫ്ലക്റ്ററിൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ റിഫ്ലക്റ്ററിന്റെ ഉള്ളിൽ ഒരുപാട് പ്രിസങ്ങളുണ്ട്, ഒരുപാട് പ്രിസം. ഓക്കെ, ആ പ്രിസത്തിൽ നമ്മൾ നേരെ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ കടത്തി വിടുന്നു. ഇവിടെ എത്തുമ്പോൾ ഇത് ഡെൻസർ മീഡിയ ആണ് അല്ലെ. ഈ ഡെൻസർ മീഡിയത്തിൽ നിന്നും അടുത്തത് എങ്ങോട്ടാണ്? റെയറിലോട്ടാണ് അല്ലെ. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറിലോട്ട് കടത്തി വിടുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ഇവിടെ എത്രയാണ്? 45 ആണ് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 45 ആണ്. ഇത് ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ 42 ആണ്. സോ ഈ 42നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമ്മൾ കൊടുക്കുക, അതായത് 45 ഡിഗ്രി അല്ലെ. ആക്ച്വലി ഇവിടെ ഒരു 45 ഡിഗ്രി ആണുള്ളത്. സോ ഈ 45 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റൂടാ? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആയതുകൊണ്ട് തന്നെ തിരിച്ചത് എന്ത് ചെയ്യും? ഇതേ മീഡിയത്തിലേക്ക് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റടാ? വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഈ ലൈറ്റ് റേ ആണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ റിഫ്ലക്ടറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രിസംസ് ഉണ്ട്. നമ്മൾ അവിടെ കടത്തി വിടുന്ന റേ ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. സോ അവിടെ എന്ത് നടക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. എന്ത് നടക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ഫിഗർ വരക്കാൻ അറിയണം കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ നോർമലി ഈ ഒരു പ്രസത്തിലൂടെ നോർമലി വരുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഇതാണ് നമ്മുടെ നോർമൽ റേ. ഓക്കെ, നോർമൽ ഇതാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി ആണ്. ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. സോ ഇറ്റ് ബെൻഡ് ടു സെയിം മീഡിയം. ഈ മീഡിയത്തിലോട്ട് എത്തുന്നു. ഇവിടെ എത്തുമ്പോഴോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. സോ ഇറ്റ് അഗെയിൻ ബെൻഡ് ടു സെയിം മീഡിയം. ഇങ്ങനെ നമ്മുടെ കണ്ണിൽ. സോ റിഫ്ലക്ടറിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. ഫിഗർ ഒന്ന് നോക്കി വെക്കുക. അടുത്തതാണ് പെരിസ്കോപ്പ് അല്ലെ. എന്താ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സബ്മറൈൻസിലെ മുങ്ങിക്കപ്പലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പെരിസ്കോപ്പ്. അതായത് മുങ്ങിക്കിടക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ ലെവലിന്റെ മുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെരിസ്കോപ്പ്. എന്താണ്? പെരിസ്കോപ്പ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ? ഇതാണ് ഒരു ട്രീ. ഓക്കെ, ഈ ട്രീയിൽ ഇതിന്റെ ഉള്ളിൽ, നമ്മുടെ പെരിസ്കോപ്പിന്റെ ഉള്ളിൽ 2 പ്രിസംസ് ഉണ്ട്. ഓക്കെ, പ്രിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ലൈറ്റ് റേ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, സോ എന്ത് പറ്റൂടാ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി ആണ്. സോ അതെന്ത് ചെയ്യും? അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇനി വീണ്ടും ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും അത് തിരിച്ച് നേരെ നമ്മുടെ റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ കാണുന്ന ലൈറ്റ് റേ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് റേ എങ്ങോട്ട് എത്തുന്നുണ്ട്? നമ്മുടെ കണ്ണിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എങ്ങനെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ പെരിസ്കോപ്പിൽ എന്താടാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ടറിൽ എന്താടാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടു. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ. ഓക്കെ ആണല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. എയർ. ഓക്കെ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടർ 1.33, കെറോസിൻ 1.44, ടർപ്പന്റൈൻ ഓയിൽ 1.47, ക്രൗൺ ഗ്ലാസ് 1.52, ഡയമണ്ട് 2.42. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ലീസ്റ്റ് സ്പീഡ്. ഏത് മീഡിയത്തിലാണ് ലൈറ്റിന് ലീസ്റ്റ് സ്പീഡ് ഉള്ളത്? ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഡയമണ്ടിലാണ്. സോ ലീസ്റ്റ് സ്പീഡ് എവിടെയാണ്? വജ്രം അല്ലെങ്കിൽ ഡയമണ്ട്. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ എയറിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നമ്മളോട് കാണാൻ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താടാ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ? കെറോസിനുള്ള സ്പീഡ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ സ്പീഡ്, അതായത് വാക്വത്തിലെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ കാണണം അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? N = C/V.
N equal to C by V. N എത്രയാണ്? N നമ്മൾ ചോദിച്ചുള്ള കെറോസിനാണ്. N കെറോസിനിൽ 1.33 ഈക്വൽ ടു C എത്രയാടാ? C 3 × 10⁸, 3 × 10⁸. പിന്നെ V നമുക്ക് അറിയൂല, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കണ്ടുപിടിക്കാനുള്ള നേരം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ കെറോസിന്റെ സ്പീഡ് ഒരു മിനിറ്റ്. ഓക്കെ, കെറോസിന്റെ സ്പീഡ് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, സോ കെറോസിനിലെ സ്പീഡ് നമ്മൾ എടുക്കുന്നു ഈക്വൽ ടു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 3 × 10⁸ ഇവിടെ ഓൾറെഡി ഉണ്ട്. 3 × 10⁸ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഡിവൈഡഡ് ബൈ ഈ 1.33 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. 1.33 ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 3 ഡിവൈഡഡ് ബൈ 1.33 ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? കെറോസിന്റെ സ്പീഡ് കിട്ടും. ഓക്കെ ആണല്ലോ. സി ക്വസ്റ്റ്യൻ. When a ray of light enters obliquely from air to diamond, എയറിൽ നിന്നും ഡയമണ്ടിലോട്ട്, ഓക്കെ, എയറിൽ നിന്നും ഡയമണ്ടിലോട്ട്, will the refracted ray deviate towards the normal, away from normal? ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? When a ray of light enters obliquely from air to diamond, എവിടുന്നാണ്? എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട്, will the refracted ray deviate towards the normal or away from the normal? അല്ലേ? അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയർ മീഡിയം. ഓക്കെ, റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസറിലോട്ടാ കടത്തിവിടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്തറിയണം? ഇതിൽ ആരാ റയർ എന്ന് അറിയണം അല്ലേ? എയറാണ് റയറർ. ഓക്കെ, ഡയമണ്ട് ആണ് ഡെൻസർ. ഓക്കെ, ഡെൻസർ എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ്? അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ട് അല്ലേ? അയാൾ എന്ത് ചെയ്യും? ഈ വന്ന റേനെ നോർമലിനോട് അടുത്തേക്ക് വലിച്ചു പിടിക്കും. സോ ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ. റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ, വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു തവണ കൂടെ മിസ് പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നാൽ ആദ്യം മനസ്സിലാക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണോ കൂടുതൽ അയാളിലായിരിക്കും സ്പീഡ് കുറവ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഏതിലാണ് ലീസ്റ്റ് സ്പീഡ്? ലീസ്റ്റ് സ്പീഡ് എവിടെയായിരിക്കും? ആർക്കാണോ കൂടുതൽ എന്താ പറയാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്, ആർക്കാണോ എന്നിന്റെ വാല്യൂ കൂടുതൽ അയാൾക്കായിരിക്കും സ്പീഡ് കുറവ്. സോ ഡയമണ്ട്. ആൻസർ എന്താണ്? ഡയമണ്ട് ആണ് ആൻസർ. ഓക്കെ, ഏറ്റവും ലീസ്റ്റ് സ്പീഡ് ഏതാണ്? ഡയമണ്ടിനാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എയറിന്റെ സ്പീഡ് ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എപ്പോഴും തരണം എന്നില്ല കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള കെറോസിന്റെ സ്പീഡാണ്. കെറോസിന്റെ സ്പീഡ് കാണാൻ നമുക്ക് അറിയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഏതാണ്? N = C by V. N = C by V. N എന്താണ്? N 1.44 തന്നിട്ടുണ്ട്. ഈക്വൽ ടു C എത്രയാണ്? C നമുക്കറിയാം 3 × 10⁸ m/s. ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? കെറോസിന്റെ സ്പീഡ്. കെറോസിന്റെ സ്പീഡ് നമുക്ക് അറിയൂല. നമ്മൾ എന്ത് ചെയ്തു? ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 1.44നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? സ്പീഡ് ഇൻ കെറോസിൻ ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.44 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. When a ray of light enters obliquely from air to diamond, എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കണം ആരാണ് റയറർ, ആരാണ് ഡെൻസർ. പോകുന്ന മീഡിയം അല്ല നോക്കുക, എങ്ങോട്ടാണ് എത്തിച്ചേരുന്ന ആൾ ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് നോർമൽ, എത്തിച്ചേരുന്ന ആൾ റയറർ ആണെങ്കിൽ എവേ ഫ്രം നോർമൽ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടത്. ചേരുന്ന ആള് ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് നോർമൽ, ചേരുന്ന ആള് റയറർ ആണെങ്കിൽ എവേ ഫ്രം നോർമൽ. ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാടാ? രണ്ട് മീഡിയംസ് വേണം വിത്ത് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി
അതിനുശേഷം നമ്മൾ നോക്കിയത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഏത് മീഡിയം ആണെങ്കിൽ അത് കൊടുക്കുക. അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. ഓക്കെ. അതിനുശേഷം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മരീചിക അല്ലെങ്കിൽ മിറാഷ് ഉണ്ടാകാനുള്ള കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, റിഫ്ലക്ടർ യൂസ് ചെയ്യാറുണ്ട്, പെരിസ്കോപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുക. എൻഡോസ്കോപ്പി ഓക്കെ, നമ്മൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ എൻഡോസ്കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡെൻസറിൽ നിന്നും റെയറിലോട്ട് വേണം ലൈറ്റിനെ കടത്തിവിടാൻ, പിന്നെ ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ഗ്ലാസ് എയർ പെയറിൽ ക്രിറ്റിക്കൽ ആംഗിൾ 42 ഡിഗ്രി, എയർ വാട്ടറിൽ ക്രിറ്റിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. Okay, so thank you.